എല്ലാവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ. ചൈനയിലെ സ്ഥിതി സാധാരണമല്ല. നിലവിലെ രോഗികളുടെ വർധനവിന് പിന്നിൽ പുതിയ വൈറസുകളല്ല എന്ന് ആരോഗ്യ മന്ത്രാലയം. ചൈനയിൽ അതിവേഗം ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ചൈനയിൽ HMPV രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ച സംയുക്ത യോഗം വിളിച്ചു ചേർത്തിരുന്നു. തുടർന്ന് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതിനും ലോകാരോഗ്യ സംഘടനയോട് സമയബന്ധിതമായ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇപ്പോൾ ചൈനയിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിതി സാധാരണമായി കണക്കാക്കാനാവില്ല. നിലവിലെ രോഗികളുടെ നിരക്കിന് പിന്നിൽ ഇൻഫ്ലുവൻസ വൈറസ്, RSV, HNPV തുടങ്ങിയവ സീസണലായി കണ്ടുവരുന്ന സാധാരണ രോഗകാരികൾ തന്നെയാണ് ഇവയുടെ വർധനവിന് പിന്നിലെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഇതിനകം പ്രചാരത്തിലുള്ള വൈറസുകളാണ് ഇവയെന്നും പ്രസ്താവനയിലുണ്ട്. ഇൻഫ്ലുവൻസ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ICMR, IDSP എന്നിവയ്ക്ക് കീഴിൽ ഇതിനകം പരിശോധിക്കുന്നുണ്ട്. ഇവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മേൽപ്പറഞ്ഞ രോഗികളുടെ നിരക്കിൽ ക്രമാതീതമായ വർധനവ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നു. അഡിനോ വൈറസ്, RSV, HMPV എന്നിവയ്ക്കുള്ള പരിശോധനകളും ICMR നടത്തുന്നുണ്ട്. ഇവയിലും നിലവിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പരിശോധനകൾ കൂടുന്നതിനാൽ ലബോറട്ടറികളിൽ കൂടുതൽ സൗകര്യം ഒരുക്കുകയും വർഷം മുഴുവൻ HMPVയുടെ നിരക്ക് നിരീക്ഷിക്കുകയും ചെയ്യും. രാജ്യത്തെ ആരോഗ്യ സംവിധാനം ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്നും നിരീക്ഷണം ശക്തമായി തുടരുമെന്നും പ്രസ്താവനയിലുണ്ട്. DGHS, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ധർ, ദുരന്ത നിവാരണ അതോറിറ്റി, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, എയിംസ് ഉൾപ്പെടെ വിവിധ ആശുപത്രികൾ എന്നിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംയുക്ത യോഗത്തിൽ പങ്കെടുത്തത്. ഇതിനിടെ HMPV പടരുന്ന സാഹചര്യത്തിൽ ആശങ്കയുടെ ആവശ്യമില്ലെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ അതുൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ജലദോഷത്തിന് കാരണമാകുന്ന സാധാരണ ശ്വസന പ്രശ്നം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ സാധാരണ എടുക്കാറുള്ള പൊതുവായ മുൻകരുതലുകൾ സ്വീകരിക്കാനും ഡോക്ടർ അതുൽ നിർദ്ദേശിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്? ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസ് ആണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. 2001 ആദ്യമായി തിരിച്ചറിഞ്ഞ ഇത് ന്യൂമോവിരിഡെ ഗണത്തിൽപ്പെട്ട വൈറസ് ആണ്. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഇത് ജലദോഷം അല്ലെങ്കിൽ പനി പോലെയുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കുമെങ്കിലും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും നവജാത ശിശുക്കളിലും ഇത് ഗുരുതരമാകാം. പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയും ഇത് കൂടുതലായി ബാധിക്കുന്നുണ്ട്. സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. കടുത്ത ചുമ, മൂക്കൊലിപ്പ്, അടഞ്ഞ മൂക്ക്, പനി, തൊണ്ടവേദന എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. എന്നാൽ അസുഖം മൂർച്ഛിച്ച ശ്വാസമുട്ടലും ശ്വാസ തടസ്സവും പോലെയുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കാം. ചില സന്ദർഭങ്ങളിൽ അണുബാധ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ആസ്മ പോലെയുള്ള സങ്കീർണതകളിലേക്കും നയിച്ചേക്കാം. രോഗം ബാധിച്ചവരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് ബാധിച്ച വസ്തുക്കളെ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പടരുന്നു. രോഗം ബാധിച്ചവർ ചുമയ്ക്കുകയോ തുമ്മുകയോ വഴി രോഗം പടരാം. സ്പർശനം പോലെയുള്ള അടുത്ത ശാരീരിക ബന്ധവും രോഗപകർച്ചയ്ക്ക് കാരണമാകുന്നു. വൈറസിന്റെ സാന്നിധ്യമുള്ള പ്രതലത്തിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ സ്പർശിക്കുന്നതും രോഗബാധ ഉണ്ടാക്കാം. HMPVയുടെ ഇൻക്യുബേഷൻ കാലാവധി സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. ഇത് ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ ശൈത്യകാലത്തിന്റെ അവസാനത്തിലും വസന്തകാലത്തുമാണ് പ്രചരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക. കഴുകാത്ത കൈകൾ കൊണ്ട് മുഖത്ത് തൊടുന്നത് ഒഴിവാക്കുക. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക എന്നതാണ് ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ. നിലവിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു. രോഗലക്ഷണങ്ങൾ കുറയ്ക്കുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. ഇതിന് വിശ്രമം അത്യാവശ്യമാണ്. ഒപ്പം പനിയും ശ്വാസമുട്ടലും വേദനയും കുറയ്ക്കാനുള്ള മരുന്നുകളും ഉപയോഗിക്കാം. ഗുരുതര കേസുകളിൽ ആശുപത്രി പ്രവേശനം ആവശ്യമായി വന്നേക്കാം. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.